ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഡക്ക കറിയാണ് വയ്ക്കാൻ പോകുന്നത്. ഇത് 2 കിലോയോളം ഡക്കുണ്ട്. അതിലേക്ക് ആദ്യം തന്നെ വെള്ളം ഒഴിക്കുന്നു. പിന്നെ അതിലേക്ക് നമ്മൾ കല്ലുപ്പാണ്, ഒരു പിടി കല്ലുപ്പ് അല്ലെങ്കിൽ ഒരു സ്പൂൺ, വലിയ സ്പൂൺ കല്ലുപ്പ് ചേർക്കണം. പിന്നെ 1 സ്പൂൺ വിനാഗിരിയും കൂടി ചേർത്ത് നമ്മൾ അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 20 മിനിറ്റെങ്കിലും നമ്മൾ വെക്കണം. കാരണം ഡക്കിന് ഒരു ചെറിയ മണം പോലെയുണ്ട്. അപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. നമ്മൾ 10-15ഓളം ചുവന്നുള്ളി, ഒരു പിടി വെളുത്തുള്ളി കൂടുതലാണ് എടുക്കണേ, 3 വലിയ സബോള, ഒരു വലിയ തക്കാളി, 2 തണ്ട് കറിവേപ്പില, 3 പച്ചമുളക്, ഇഞ്ചിയുടെ തൊലി കളഞ്ഞിട്ടില്ല, തൊലി കളയും എന്നിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഞാനിത് ചതച്ചാണ് ചേർക്കുന്നത്. ഇങ്ങനെ കല്ലിൽ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ചതച്ച് ഇറച്ചിക്കറി വെക്കുമ്പോൾ അതിന് രുചി കൂടുതലായിട്ട് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് സാധാരണ ചതച്ചാണ് ഞാൻ വെക്കുന്നത്. നിങ്ങളൊന്ന് വെച്ച് നോക്കുക. അപ്പം എല്ലാം ഞാൻ ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അരിഞ്ഞ് സബോളയും തക്കാളിയും എല്ലാം അരിഞ്ഞ് വെച്ച്, പിന്നെ ആദ്യം തന്നെ ചട്ടി ഞാൻ മൺചട്ടിയിലാണ് വെക്കുന്നത്. വലിയൊരു ചട്ടിയാണ്. അത് ചൂടായി കഴിയുമ്പോഴേക്കും ഒരു വലിയ 2 സ്പൂൺ വെളിച്ചെണ്ണ നമ്മൾ ഒഴിക്കുന്നു. പിന്നെ ഞാൻ കടുക് ആദ്യം തന്നെ ഇടുവാണ്. കാരണം കടുക് ആദ്യം തന്നെ ഇട്ട് പൊട്ടിച്ച് നമ്മൾ ഇറച്ചിക്കറി വെക്കുമ്പോൾ എന്ന് വെച്ചാൽ എനിക്ക് രുചി കൂടുതലായിട്ട് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യണത്. കടുക് നന്നായി പൊട്ടി വന്ന് കഴിയുമ്പോഴേക്കും നമ്മൾ ആ ചുവന്നുള്ളി ചതച്ചതും 1 പച്ചമുളകും കറിവേപ്പിലയും കൂടെ കൂട്ടി നമ്മൾ ആ എണ്ണയിലേക്ക് ഇടണം. പിന്നെ വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഉപ്പ് ചേർക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കത് വഴന്ന് കിട്ടും. ഞങ്ങളിവിടെ പിങ്ക് സോൾട്ടാണ് ഉപയോഗിക്കുന്നത്. അത് ഹെൽത്തിന് നല്ലതാണ്. അതുകൊണ്ടാണ് അത് നമ്മൾ ഉപയോഗിക്കുന്നത്. ചുവന്നുള്ളി ഏകദേശം വഴന്ന് കഴിയുമ്പോഴേക്കും നമ്മളതിലേക്ക് സബോള ഇട്ട് കൊടുക്കണം. കാരണം ഒന്നിച്ചിടുമ്പോഴേക്കും അതിൻ്റെ ആ ഒരു മൂപ്പിന് വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ചുവന്നുള്ളി ചേർത്തിട്ട് വീണ്ടും സബോള ചേർക്കുന്നത്. സബോള നന്നായി വഴന്ന് ഏകദേശം ഈ കളർ ആവുമ്പോഴേക്കും നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് അതിലേക്ക് ചേർക്കണം. നമ്മൾ ആദ്യം തന്നെ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ പെട്ടെന്ന് പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ ഉള്ളി ഏകദേശം വഴന്നതിന് ശേഷമാണ് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും അതിലേക്ക് ചേർക്കുന്നത്. തക്കാളിയും നല്ലതുപോലെ വഴന്ന് വന്നതിന് ശേഷം നമുക്കതിലേക്ക് പൊടികൾ ആവശ്യാനുസരണം ഇട്ട് കൊടുക്കാം. അത് തക്കാളി നല്ലതുപോലെ നമുക്ക് വഴന്ന് കിട്ടണം. അപ്പം ഇത് പൊടി കണ്ട് പേടിക്കണ്ട. നമ്മൾ കാശ്മീരി ചില്ലിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ എരിവുള്ള മുളകല്ല. ഇത് ചെറിയ സ്പൂണാണ്. അതിൽ 3 സ്പൂണ് അത്രയും പൊടിയാണ് നമ്മൾ എടുക്കണുള്ളൂ. കാരണം എരിവുള്ള മുളക് പൊടി വേറെ യൂസ് ചെയ്യുന്നില്ല നമ്മളിവിടെ. മുളക് പൊടി ഇട്ടതിന് ശേഷം നന്നായിട്ട് അത് ഇളക്കി കൊടുക്കണം. അതിനുശേഷം അതിൻ്റെ പച്ചമണം മാറിക്കഴിയുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. വലിയ സ്പൂണിന് 2 വലിയ സ്പൂൺ മല്ലിപ്പൊടിയാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും നല്ലതുപോലെ നമ്മൾ വഴറ്റിയെടുക്കണം. മുളക് പൊടിയും
മല്ലിപ്പൊടിയും കൂടെ വഴന്ന് കഴിയുമ്പോൾ നമ്മളൊരു 1/4 സ്പൂൺ കുരുമുളക് പൊടി പൊടിച്ചത് ചേർക്കും. അതിലേക്ക് നമ്മൾ വീട്ടിൽ പൊടിച്ച ഗരം മസാലപ്പൊടി ഒരു 3/4 സ്പൂണും കൂടെ നമ്മളതിലേക്ക് ചേർക്കും. എന്നിട്ട് നന്നായിട്ട് വീണ്ടും ഇളക്കണം. ഇറച്ചി അതിലേക്ക് ഇട്ട് കൊടുക്കുക. ആദ്യം കുറച്ചിടുക, നമ്മൾ ഇളക്കി കൊടുക്കുക. അതിനുശേഷം അത് മുഴുവനോടെ, കാരണം ഇറച്ചിയുടെ അളവ് കൂടുതലായതുകൊണ്ടാണ് ഞാൻ കുറച്ചിട്ടിട്ട് ആ മസാല എല്ലായിടത്തും പിടിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ചിട്ടിട്ട് ഇളക്കി കൊടുക്കുന്നത്. അതിനുശേഷം ഒരു വലിയ തേങ്ങ പിഴിഞ്ഞ് രണ്ടാമത്തെ പാൽ, അത് ഞാൻ കൂടുതൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങാപ്പാലിലാണ് നമ്മൾ ഈ ഡക്കിനെ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുത്തു. നമ്മളുടെ പാകത്തിന് വെള്ളം എന്തുമാത്രം വേണമെന്ന് പറഞ്ഞ് അതനുസരിച്ച് നമുക്ക് ഈ തേങ്ങാപ്പാൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ആ സമയത്ത് നമ്മൾ ഉപ്പ് എന്തുമാത്രം ചേർക്കണം എന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ഉപ്പ് ചേർക്കാം. അതുപോലെ എരിവിൻ്റെ കാര്യവും അതുപോലെ തന്നെ ചിലർക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ചുമന്ന നമ്മുടെ കാശ്മീരി ചില്ലിയുടെ കൂട്ടത്തിൽ തന്നെ എരിവുള്ള മുളക് പൊടിയും കൂടെ ചേർക്കാം. ഞാനിപ്പോൾ വാഴയില വെച്ചാണ് അടയ്ക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ഇച്ചിരി രുചി കൂടുതലുണ്ട്. ഇടയ്ക്ക് നമ്മൾ അതെടുത്ത് നോക്കി വെള്ളം ഉണ്ടോയെന്ന് നോക്കണം. അതുപോലെ തന്നെ ഇളക്കി കൊടുക്കണം. ചട്ടിയിലാകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ട് വേവിച്ചെടുത്ത് ഉരുളക്കിഴങ്ങ് ചേർക്കാം. നമ്മുടെ ഡക്ക് കറി പാകമായിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഫസ്റ്റ് തേങ്ങാപ്പാൽ പിഴിഞ്ഞത് നമുക്കതിലേക്ക് ചേർക്കാം. ഫസ്റ്റ് പാൽ ചേർത്തതിന് ശേഷം അധികം നേരം നമ്മൾ ചൂടാക്കേണ്ട ആവശ്യമില്ല. ഒരു 5 മിനിറ്റോളം ചെറിയ തീയിൽ നമ്മളൊന്ന് ചൂടാക്കിയെടുത്താൽ മതി. അങ്ങനെ നമ്മുടെ രുചികരമായ ഡക്ക് കറി റെഡിയായിട്ടുണ്ട്. എല്ലാവരും വെച്ച് നോക്കുക. എന്നിട്ട് കമൻറ്റ് ബോക്സിൽ മെസ്സേജ് അയയ്ക്കുക. താങ്ക് യു.